ഇപ്പൊ പി വി അൻവർ രാജിവെച്ചത് എന്തിനാണ്? ഇതാണ് വലിയ ചർച്ച. അതാണ് എനിക്കെതിരെയുള്ള ആകെ അവർക്ക് പറയാനുള്ള ഒരു ദോഷമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത്. പി വി അൻവർ രാജിവെച്ചില്ലെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ ഈ മലയോര വിഷയം ചർച്ചയില്ലല്ലോ. ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പിൽ മലയോര വിഷയവും വന്യജീവി വിഷയവും ചർച്ച ചെയ്യാതെയും അതിനൊരു പരിഹാരം കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു മുന്നണിക്കും ഇവിടെ അധികാരത്തിൽ വരാൻ കഴിയില്ല. 139 MLA-മാരും മന്ത്രിമാരും വീട് കയറി അടുക്കള ഞരങ്ങാണ്. ജനത്തിന്റെ വില ഞാൻ പഠിപ്പിച്ചു. ഇത് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് വിജയിക്കുക എന്നതിലുപരി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു ഏറ്റവും പ്രധാനം. അല്ല, ഈ വിഷയങ്ങൾ വിജയിക്കണല്ലോ, ഈ ആവശ്യങ്ങൾ നടപ്പിലാവണല്ലോ. ആ ആവശ്യങ്ങൾ നടപ്പിലാവണമെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ഊന്നണമെങ്കിലും ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വരികയും ആ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെത്തുമായിരുന്നു. ഇതൊരു പിണറായിസത്തിന്റെ ഭാഗം. എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന പിണറായിക്ക് എന്താ ഇത് പരിഹരിക്കാൻ കഴിയാത്തത്? വയനാട് തുരങ്കമുണ്ടാക്കാൻ 7000 കോടി ചെലവഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ 1.5 കോടിയോളം ജനങ്ങളുണ്ട്. 489 പഞ്ചായത്ത് ഫോറസ്റ്റിന്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നതാണ്. ഇവർ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ 1.5 കോടിയിൽ നിന്നും പോയി ഇപ്പൊ 3.5 കോടിയിലേക്ക് ഇത് വരികയാണ്. കാരണം കോഴിക്കോട്ടങ്ങാടിയിലും കൊച്ചിയിലും 15ാം നിലയിൽ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാരുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് തട്ടിപ്പറിച്ചു പോവുക കുരങ്ങ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മലയോരക്കാർക്ക് മാത്രമല്ല പ്രശ്നമെന്നുള്ളൊരു ഒരു സംഗതി ഉണ്ടായിരുന്നു. അവിടുന്ന് ഇത് പോയി പന്നി നഗരങ്ങളിൽ മുഴുവൻ എത്തിക്കഴിഞ്ഞു. അപ്പം 3.5 കോടി ജനങ്ങളെ ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയാൻ പോവാണ്. കേരളം തുറന്നിട്ട എന്താ പറയുക വന്യമൃഗശാലയാകും എന്ന് ഞാൻ പറഞ്ഞിട്ട് 4 വർഷമായി. ഇതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ഞാൻ നഗരങ്ങളെ കൂടി അട്രാക്ട് ചെയ്യാൻ പോവാണ്.